യും അച്ഛനും കണ്ടുമുട്ടുന്നു. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, മഴ തോരും മുമ്പേലാണെങ്കിൽ നമ്മുടെ ബാലചന്ദ്രനാണെങ്കിൽ ഗംഗേട്ടനോടും ശിവനോടും പറയുന്നുണ്ട്, നിങ്ങളുടെ ആഗ്രഹം പോലെ സ്റ്റാലിൻ ഇവിടെ വരാതിരിക്കണമെങ്കിൽ അലീന മനു വിവാഹം നടത്തിയേ മതിയാവുകയുള്ളൂ. എങ്കിൽ മാത്രമേ അലീനയ്ക്ക് ഇവിടെ നിൽക്കാനായിട്ട് അവകാശവും സ്വാതന്ത്ര്യവും അധികാരവും ഒക്കെ ലഭിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ പെങ്ങൾ വെറുതെ പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുമെന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ ശിവനൊന്നും മിണ്ടുന്നില്ല, നമ്മുടെ ഗംഗേട്ടനും ഒന്നും മിണ്ടുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിന് ഉത്തരവില്ലാത്തത് കൊണ്ട് തന്നെ പോകാമെന്ന് പറഞ്ഞ് അവർ തിരിഞ്ഞു നടക്കുന്ന സമയം തന്നെ ഹലോ, ഞാൻ സ്റ്റാലിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ബാലചന്ദ്രനൊരു ഫോൺ കോൾ വരികയാണ്. ഇതേ സമയം ശിവനും ഗംഗേട്ടനും ഞെട്ടുകയാണ്. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, സ്റ്റാലിൻ വരാനായിട്ട് പോവുകയാണല്ലോ എന്ന് ഗംഗേട്ടനോട് നമ്മുടെ ശിവൻ പറയുന്നു. ആ സ്റ്റാലിൻ പറയ് എന്ന് പറയുമ്പോൾ, എനിക്ക് എൻ്റെ മകളെ ഏറ്റെടുക്കാൻ തയ്യാറാണ്, ഞാൻ അവളെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് എന്നാണ് വരേണ്ടത് എന്ന് സ്റ്റാലിൻ ചോദിക്കുകയാണ്. നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ നിങ്ങളുടെ സൗകര്യമായി വരാവുന്നതാണ് സ്റ്റാലിൻ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സ്റ്റാലിന് കടപ്പാട്ടൂർ വീടിൻ്റെ ലൊക്കേഷൻ ബാലചന്ദ്രൻ അവരുടെ മുൻപിൽ വെച്ച് തന്നെ അയച്ചു കൊടുക്കുമ്പോൾ അതാ നമ്മുടെ സ്റ്റാലിൻ അങ്ങനെ വരികയാണ്. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, തൻ്റെ മകളെ വീണ്ടെടുക്കാൻ, തൻ്റെ മകളെ സ്വന്തമാക്കാൻ, തൻ്റെ മകൾക്ക് അച്ഛനാവാനായിട്ട് സ്റ്റാലിൻ വന്നെത്തുമ്പോൾ അലീനയും അച്ഛനും മുഖാമുഖം കാണുന്നൊരു മുഹൂർത്തമാണ്, ഒരു കാഴ്ചയാണ് പ്രേക്ഷകരെ നമുക്ക് കാണാനായിട്ട് കഴിയുക, കാണാനായിട്ട് സാധിക്കുക. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ അലീന അച്ഛനെ കെട്ടിപ്പിടിക്കാനായിട്ട് തുടങ്ങുന്നതും അച്ഛൻ്റെ കൂടെ പോവാനായിട്ട് തുടങ്ങുന്നതും കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. അപ്പോൾ